സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ ടീകോമിൽ നിന്നുള്ള കരാർ പിന്മാറ്റം വിവാദത്തിൽ. ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം കരാറിന് വിരുദ്ധം. 2007 കരാർ രേഖ പുറത്ത്. പദ്ധതി പരാജയപ്പെട്ടാൽ സർക്കാരിന് നഷ്ടപരിഹാരം നൽകേണ്ടത് ടീകോമാണെന്ന് കരാർ രേഖ. അതേസമയം കരാർ പിന്മാറ്റത്തിൽ അഴിമതിയും ദുരൂഹതയും ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി 2007 VS സർക്കാരിന്റെ കാലത്താണ് ടീകോമുമായി കരാർ ഒപ്പുവെച്ചത്. കൊച്ചി കാക്കനാട്ടെ 246 ഏക്കർ ഭൂമി കമ്പനിക്ക് പാട്ടത്തിന് നൽകി. കരാർ പ്രകാരം 90,000 പേർക്ക് തൊഴിൽ നൽകുകയും 88 ലക്ഷം ചതുരശ്ര അടിയിൽ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്യുമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. കമ്പനിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ 3 മാസത്തിനുള്ളിൽ സർക്കാരിന് നോട്ടീസ് നൽകാമെന്നും വീഴ്ച ആവർത്തിച്ചാൽ 6 മാസത്തിനുള്ളിൽ സർക്കാരിന് കമ്പനിയോട് നഷ്ടപരിഹാരം തേടാമെന്നും കരാറിൽ പറയുന്നു. എന്നാൽ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം സർക്കാർ കമ്പനിക്കാണ് നഷ്ടപരിഹാരം നൽകുന്നത്. ഈ തീരുമാനം 2007 കരാർ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമെന്നാണ് രേഖകൾ ചൂണ്ടിക്കാട്ടുന്നത്. കരാർ അനുസരിച്ചുള്ള നിർമ്മാണമോ തൊഴിലവസരങ്ങളോ സൃഷ്ടിക്കാൻ കമ്പനിക്കായില്ല. ഇക്കാരണത്താൽ 246 ഏക്കർ സ്ഥലം തിരിച്ചെടുത്ത് പിന്മാറ്റ നയം രൂപീകരിക്കാനാണ് മന്ത്രിസഭ തീരുമാനിച്ചത്. എന്നാൽ നഷ്ടപരിഹാരം കമ്പനിക്ക് നൽകാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു. പിന്മാറ്റ നയത്തിന് പിന്നിൽ ദുരൂഹതയും അഴിമതിയും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അങ്ങനെ നോൺ പെർഫോമൻസ് നടത്തി ഒരു പണിയും ചെയ്യാത്ത കമ്പനിക്ക് എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കണം? 2011 എഗ്രിമെന്റ് വെച്ചിട്ട് 13 കൊല്ലം കഴിഞ്ഞിട്ട് പറയാം അവരൊരു കാര്യവും ചെയ്യില്ലെന്ന്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്തെല്ലാമാണ് കാരണങ്ങൾ? പൊതുസമൂഹത്തോട് പറയണ്ടേ? ആരും അറിയാതെ മന്ത്രിസഭയിൽ പോയി പാസ്സാക്കിയിട്ട് ഒരു 25 തീരുമാനം പുറത്തു വരുന്നതിന്റെ കൂട്ടത്തിൽ വിടേണ്ട ഒരു സംഭവമാണ്. ക്യാബിനറ്റ് തീരുമാനം റദ്ദു ചെയ്യണമെന്നും ടീകോമിന്റെ വാഗ്ദാന പ്രകാരം എത്ര പേർക്ക് തൊഴിൽ നൽകിയെന്ന് കണക്കുകൾ പുറത്തുവിടണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ടീകോമുമായി 2007 ഒപ്പിട്ട കരാറുകൾ തെളിവായി പുറത്തുവിട്ടുകൊണ്ടാണ് രമേശ് ചെന്നിത്തല അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.